ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. പ്രാരംഭമായിട്ടും ഞാൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നത്, ഈ സന്ദേശം മുഴുവനുമായി കേൾക്കുവാൻ ശ്രദ്ധിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സ് തോന്നുന്നെങ്കിൽ അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യണം. ഈ വാക്കുകൾ നിങ്ങളെ ആരെയും വേദനിപ്പിക്കുവാനോ ബുദ്ധിമുട്ടിപ്പിക്കുവാനോ അല്ല, മറിച്ച് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ നമ്മൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശം എന്ന് പറയുന്നതിൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം വായിക്കട്ടെ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുവിധ ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ധാരാളം പ്രത്യാശയുടെ പാട്ടുകൾ പാടുന്ന ആളുകളാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. ചില പാട്ടുകളെങ്കിലും നമ്മൾ കേൾക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പാടുന്നത്. അതായത് മരണശേഷമുള്ള പാട്ടുകളായിട്ടാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. നമ്മൾ ചിലർക്ക് അന്ത്യയാത്ര കൊടുക്കുമ്പോൾ പാടുന്ന പാട്ടുകൾ അപ്പോൾ നമ്മളത് കേൾക്കാറുണ്ട്. എങ്കിലും നമ്മുടെ അന്ത്യയാത്രയ്ക്ക് ഈ പാട്ട് നമ്മൾ കേൾക്കാറില്ല. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ പോയാൽ മതി എന്നുള്ള ആ പാട്ടൊക്കെ എത്ര നല്ല പാട്ടുകളാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പണമുണ്ടെങ്കിൽ എല്ലാമായി എന്ന ചിന്തയാണ് പലർക്കും. അധികാരമുണ്ടെങ്കിൽ എല്ലാമായി എന്ന ചിന്തയാണ് ചിലർക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, പണം കൊണ്ടും അധികാരം കൊണ്ടും നമുക്കെല്ലാം ഒന്നും നേടാൻ കഴിയത്തില്ല. എല്ലായിടത്തുമൊന്നും പണവും അധികാരവും ഉപയോഗപ്പെടുകയുമില്ല. ഈ സന്ദേശം ശ്രവിക്കുന്ന താങ്കൾ ഏത് ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളാണെങ്കിലും താങ്കളോടുള്ള ദൂതാണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് ആവശ്യത്തിന് പണമുണ്ട്, ഏറ്റവും ഉന്നതമായ അധികാരം നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാം ഉള്ളപ്പോൾ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പൊതു ദുരന്തത്തിൽ നിങ്ങൾ പെട്ടെങ്കിൽ അധികാരമുണ്ട് എന്ന് വെച്ച് ദുരന്തം നിങ്ങളെ വിട്ടകലുമോ? ആ പ്രത്യേക പകർച്ചവ്യാധി നിങ്ങളെ പിടിക്കാതെ പോകുമോ? ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നമ്മൾ പലരും അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലല്ലേ എന്ന് ചോദിക്കുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് സകലവിധ ദോഷത്തിൻ്റെയും മൂല കാരണം ദ്രവ്യാഗ്രഹമാണെന്നാണ്. അപ്പോസ്തലൻ തുടരുന്നത് ഇങ്ങനെയാണ്: ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് ഉഴന്നു പോകുമെന്നാണ്. തന്നെയുമല്ല, തുടർന്ന് പലവിധ ദുഃഖങ്ങൾക്കും ബഹുവിധ ദുഃഖങ്ങൾക്കും അധീനരായി തീരും എന്നല്ല, തീർന്നിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് എഴുതിയ കാലഘട്ടത്തിൽ തന്നെ ഇത് അനുഭവിച്ച അനേകരെ അപ്പോസ്തലനായ പൗലോസിന് നേരിട്ടറിയാമായിരുന്നു. ഇല്ലെങ്കിൽ പൗലോസ് അത് എഴുതുകയില്ലായിരുന്നു. നമുക്ക് ഒരു മുന്നറിവിനായിട്ട് എഴുതിയിരിക്കുകയാണ്: ദ്രവ്യത്തിൻ്റെ പിന്നാലെയും സ്ഥാനത്തിൻ്റെ പിന്നാലെയും ഓടി ഓടി ഒടുവിൽ നമ്മുടെ വിശ്വാസം പോലും ത്യജിക്കത്തക്ക അനുഭവത്തെ നമ്മൾ നേരിടേണ്ടി വരും. ആത്മീയരായ പലരുടെയും ജീവിത നിലവാരം അല്ലെങ്കിൽ ആത്മീയ നിലവാരം താവടിയായി പോയത് ദ്രവ്യാഗ്രഹം കാരണമാണ്. ഇപ്പോൾ വായിച്ച വാക്യത്തിന് മുകളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ അപ്പോസ്തലൻ തുടർന്ന് പറയുന്നത് ഇത് വിട്ട് ഓടണം എന്നാണ്. ഒരു ക്രിസ്ത്യാനി പരീക്ഷയിലും കണിയിലും അകപ്പെടുന്നത് അല്ലെങ്കിൽ കുടുങ്ങുന്നത് അവർ തന്നെ നടത്തുന്ന തെരഞ്ഞെടുപ്പ് മൂലമാണ്. ഒരാൾ ദ്രവ്യാഗ്രഹം തിരഞ്ഞെടുത്താൽ അയാൾ ബഹുവിധ ദുഃഖങ്ങൾക്ക് വിധേയനായിത്തീരും. വെച്ച് അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവ പിന്തുടർന്നാൽ നിത്യജീവന് അവകാശികളായിത്തീരാൻ കഴിയുമെന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അടുത്ത വാക്യത്തിൽ. നമുക്ക് അർഹതയില്ലാത്ത ഒരു പൈസയ്ക്ക് പോലും നമ്മൾ ആഗ്രഹിക്കരുത്. അർഹതയുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ കർത്താവ് കൊണ്ടുതരും. സങ്കീർത്തനക്കാരനായ ദാവീദ് 23-ാം സങ്കീർത്തനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് താൻ പാടുന്നത്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നാണ്. നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് ദൈവത്തിന് നല്ലോണം അറിയാം. അതെല്ലാം കൃത്യസമയങ്ങളിൽ
നമുക്ക് വേണ്ടി നിർവഹിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അധികമായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനപ്രകാരം ദ്രവ്യാഗ്രഹമില്ലാത്തവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.